ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യശയ്യാവിൻ്റെ 61 ഓരോ വിടുതലിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ 61:3 സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, ബ്യൂട്ടി ഫോർ ആഷസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുക്കാൻ അയച്ചിരിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ എവിടെയെങ്കിലും കടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ആനന്ദതൈലമില്ല, സ്വർഗം തരുന്നതാണ്. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നമുക്കെങ്ങും വാങ്ങാൻ കഴിയത്തില്ല. അത് ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരുന്നു. ഇവിടെ ആനന്ദതൈലം ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തരുന്നതാണ്. അതാണ് വേദപുസ്തകം പറയുന്ന ആത്മസന്തോഷം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ അതിലല്ല ആശ്രയിച്ചു നിന്നു, ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നൊരു മനുഷ്യൻ പറയുകയാണ്, ഐ ടെൽ യു അഗെയിൻ ആൻഡ് അഗെയിൻ റിജോയ്സ് ഇൻ ദ ലോർഡ്. ആമേൻ. ഒരു ദൈവ പൈതലിന് ഈ സാഹചര്യങ്ങൾ മാറ്റം വരാൻ, രോഗങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന് മാറ്റമില്ലെന്ന വ്യക്തിക്ക് അറിയാം. അവൻ ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ. ആ ദൈവം പറയുകയാണ്, ഞാൻ ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആനന്ദതൈലം, സിയോനിലെ ദുഃഖിതന്മാർക്ക് അതുകൊണ്ട് പറയണം, വിഷണ്ണ മനസ്സിന് ഞാൻ സ്തുതി എന്ന മേലാണ്. നമുക്കറിയാം, തകർന്നും പരാജയപ്പെട്ടിരിക്കും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അതാണ്. പൗലോസും ശീലാസും മുറിവേറ്റ് ശരീരങ്ങളിലെ വസ്ത്രം അവരെ ഉരിഞ്ഞു മാറ്റി, അവരെ കോലുകൊണ്ട് അടിച്ചു അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അതിലൂടെയാണ് ആ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ അളകുന്നതും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിലെല്ലാം വലിയൊരു സമാധാനം. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും, നമ്മളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നും, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും, അവൻ നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്നതാണെന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമുക്ക് യഥാർത്ഥമായ സന്തോഷം യേശുവിലാണ്. ആ സന്തോഷം ദൈവവചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപ, കർത്താവിൻ്റെ വഴിയിൽ നാം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനം. അതാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ആനന്ദതൈലം. ആമേൻ. ഒരുപക്ഷെ നമുക്കത് എപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് കഴിയത്തില്ലെങ്കിലും വചനത്തിൽ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു സമാധാനം ദൈവം നിങ്ങളെ നിറക്കി ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മനെ കാണിക്കുന്നു. ചില കുടുംബങ്ങളിൽ മനം തകർന്ന് ഭാരത്തോടിരിക്കുന്ന ജീവിതം നമ്മൾ സകല ബുദ്ധിയും കവിയുന്ന ഒരു ആശ്വാസം ഇപ്പോൾ ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. സ്തുതി എന്ന മേലാണ്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയോ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ സന്തോഷമുള്ളപ്പോഴും സ്തുതിക്കണം. ആ പ്രതികൂലമുള്ളപ്പോഴും പ്രതിസന്ധി ഉള്ളപ്പോഴും ദൈവത്തെ നിങ്ങൾ ആരാധിച്ച് ആ സ്തുതി എന്ന മേലാടെ വിഷണ്ണ മനസ്സിനൊരു ഔഷധമാണ്. എന്തെന്നില്ലാത്തൊരു ആനന്ദം നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ലഭിച്ചുകൊള്ളൂ, എന്തോ നിങ്ങളെ വിട്ടുപോയത് തോന്നും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.